നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സമഗ്ര ശിക്ഷ കേരളം രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ സംയുക്തമായി തളിക്കുളം PRCയുടെ നേതൃത്വത്തിൽ സയൻസ് ഫെസ്റ്റ് 2023-24 സംഘടിപ്പിച്ചു. UP വിഭാഗം കുട്ടികളുടെ ശാസ്ത്ര പഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കുക, വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം വളർത്തുക, കുട്ടികൾ ആർജിച്ച അറിവ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് സയൻസ് ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം PRCയിലെ BPC സിന്ധു KH അധ്യക്ഷത വഹിച്ചു. PRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീജ K, PCRCC പ്രീത VP എന്നിവർ സംസാരിച്ചു. ശാസ്ത്രമേളകളിലെ സ്ഥിരം വിധികർത്താക്കളായ എറിയാട് GKVHSSലെ HSST ഫിസിക്കൽ സയൻസ് വിഭാഗം റിട്ടയർഡ് അധ്യാപകനായ TP മുരളീധരൻ, കയ്പമംഗലം AMUPയിലെ കെമിസ്ട്രി റിട്ടയർഡ് അധ്യാപിക VT ഭീന എന്നിവർ വിധികർത്താക്കളായിരുന്നു. തളിക്കുളം PRC പരിധിയിലെ 28 UP വിദ്യാലയങ്ങളിൽ നിന്നുമായി 28 അധ്യാപകരും 28 വിദ്യാർത്ഥികളും പ്രൊജക്ട് അവതരണത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 13ാമത് സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ചൊവ്വാഴ്ച തുടക്കമായി. വൈകിട്ട് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തിയെടുത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട് ആമുഖ പ്രസംഗം നടത്തി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ VN സ്വപ്ന, അന്തിക്കാട് ദേവസ്വം ഓഫീസർ നന്ദകുമാർ, തന്ത്രി പഴങ്ങാമ്പറമ്പ് മനക്കൽ ഹരിനാരായൺ നമ്പൂതിരി, ക്ഷേത്രാഘോഷ കമ്മിറ്റി രക്ഷാധികാരി രാംകുമാർ കാട്ടാനിൽ, കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, ക്ഷേത്രോപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു. ആദരണ ചടങ്ങും നടന്നു. തുടർന്ന് യജ്ഞാചാര്യ രുക്മിണി സേതു ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തി. നാട്ടിക ശ്രീനാരായണ മന്ദിരത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പുതിയ ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ 66 വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുപോയ ഓഫീസ് കെട്ടിടങ്ങൾക്ക് പകരം പണിത ഓഫീസ് സമുച്ചയം നാട്ടിക തൃപ്രിയർ സഹോദര പരിപാലന യോഗം പ്രസിഡന്റ് AV സഹദേവൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഗുരുമന്ദിരത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. NTSP യോഗത്തിന്റെ ഓഫീസ് താക്കോൽ രക്ഷാധികാരികളായ ധയാനന്ദൻ TK, IR സുകുമാരൻ മാസ്റ്റർ എന്നിവർ പ്രസിഡന്റ് AV സഹദേവൻ, സെക്രട്ടറി CK സുഹാസ്, ട്രഷറർ സുരേഷ് കുമാർ NAP എന്നിവർക്ക് കൈമാറി. നാട്ടിക സാമൂഹ്യ ക്ഷേമനിധിയുടെ ഓഫീസ് താക്കോൽ ക്ഷേമനിധി പ്രസിഡന്റ് അശോകൻ ചെമ്പിപ്പറമ്പിൽ, സെക്രട്ടറി സുരേഷ് കുമാർ NAP, ട്രഷറർ പ്രേംല ENR എന്നിവർ NTSP യോഗം പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. SNDP നാട്ടിക ശാഖ ഓഫീസ് താക്കോൽ ശാഖാ പ്രസിഡന്റ് TK ദയാനന്ദൻ, സെക്രട്ടറി CP രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർക്ക് NTSP പ്രസിഡന്റ് കൈമാറി. ശ്രീനാരായണ റിക്രിയേഷൻ ക്ലബ് ഓഫീസ് മുറിയുടെ താക്കോൽ ക്ലബ് പ്രസിഡന്റ് രാജൻ കാട്ടുങ്ങൽ, സെക്രട്ടറി കാവുങ്ങൽ സഗീർ, ട്രഷറർ ജിത് കേളോത്ത് എന്നിവർ ഏറ്റുവാങ്ങി. ഓഫീസ് കെട്ടിടത്തിന്റെ 1ാം നിലയിൽ 100-ലധികം പേർക്ക് ഇരിക്കാവുന്ന മിനി കോൺഫറൻസ് ഹാളും ഒരുക്കിയിട്ടുണ്ട്. CK സുഹാസ്, NAP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സുരേഷ് യാനി, രഘുനന്ദനൻ, പ്രേംദാസ് പുഴേക്കടവിൽ, സുന്ദരൻ CR, ഗോപകുമാർ CK, വിജയരാഘവൻ തട്ടുപറമ്പിൽ, അജയൻ തോട്ടുപുര, ബൈജു കോറോത്ത്, പവിത്രൻ ഇയാനി, സജീവ് കളരിക്കൽ, ഗണേശൻ ചിരിയാട്ട്, CR ശശിധരൻ, തങ്കമണി ത്രിവിക്രമൻ, പ്രേമവല്ലി ടീച്ചർ, ഉഷ അർജുനൻ, അംബിക ടീച്ചർ, ഡോളി സത്യൻ, ലാൽ മനോഹർ, ദയാനന്ദൻ ഏറാട്ട്, ഉദ്യന്യവാസൻ പന്നിപ്പുലത്ത്, ശ്രീരാമൻ കുണ്ടായിൽ, MS അശോക് കുമാർ, കരുണാകരൻ കുണ്ടായിൽ, CS സഞ്ജീവൻ, ഷിറാസ് കാവുങ്ങൽ, ഗിതീഷ് ഇയാനി, തിലകൻ പുഞ്ചപ്പാടത്ത്, മോഹനൻ പുഴേക്കടവിൽ, ശശിധരൻ മാറാട്ട്, സുജനൻ തട്ടുപറമ്പിൽ, ജ്യോതി ശിവാനന്ദൻ, സുഗതൻ തോട്ടുപുര, ജയപ്രകാശൻ വാളക്കടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് പ്രിയദർശിനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർഷിക രംഗത്തും മതസൗഹാർദ്ദത്തിന് ഉദാത്ത മാതൃകയുമായ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക വികാരിയായി 4 വർഷം പൂർത്തിയാക്കി അടുത്ത ഇടവകയിലേക്ക് സേവനത്തിനായി പോകുന്ന ഫാദർ ബാബു അപ്പാടനെ പള്ളിയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാടിയും മൊമെന്റയും നൽകി. പ്രിയദർശിനി സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ബാബു കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. KF ഡൊമിനിക്,
RI സക്കറിയ, ജെൻസൺ വലപ്പാട്, രഞ്ജൻ വലപ്പാട്, പ്രവീൺ വലപ്പാട്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM ശരത് കുമാർ, അനിൽ കരുവത്തി എന്നിവർ പ്രസംഗിച്ചു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം തീരദേശത്തിന് പകർന്ന വൈദികൻ ബാബു അപ്പാടന് ലെല്ല പബ്ലിക്കേഷൻ പുസ്തകങ്ങൾ സമ്മാനിച്ച് ആദരമൊരുക്കി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ അങ്കണത്തിൽ നടന്ന ആദരം മായ കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ് ഉദ്ഘാടനം ചെയ്തു. RI സക്കറിയ അധ്യക്ഷത വഹിച്ചു. ലെല്ല പബ്ലിക്കേഷൻസ് ഉടമ ബാബു വലപ്പാട് സ്വന്തം പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം, റൌഫ് ചേറ്റുവ, ബോബൻ, KI ബഷീർ, രമേശ് M എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ ഇടവകയിൽ ഇതിൽ മുൻപ് ഒരുപാട് അച്ഛന്മാർ വന്ന് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അതായത് ഏവരുടെയും മനുഷ്യ മനസ്സിൽ ഒരു ഇടം നേടിയ ആത്മാർത്ഥതയുള്ള നന്മയുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ ഫാദർ. അദ്ദേഹം ഒരുപാട് ഈ 4 വർഷക്കാലം ഇവിടെ ഇടവയിൽ നിന്നുകൊണ്ട് ജാതി മതങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ, അന്നത്തെ വെള്ളപ്പൊക്കം, കൊറോണ പ്രശ്നം കാലഘട്ടം തൊട്ട് ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ജനങ്ങളിലും അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ആത്മാർത്ഥം നിറഞ്ഞ ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിലുള്ള ഒരാളായി മാറ്റി. അവരെല്ലാവരെയും സ്നേഹബന്ധം ചേർത്ത് പിടിച്ച നമ്മുടെ ഫാദറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയേറെ സങ്കടമുണ്ട് അദ്ദേഹം നമ്മുടെ ഏർപ്പാട് നിന്ന് പോകുന്നതിൽ. കാഞ്ഞാണി പുത്തൻവേലിക്കര പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റംപാട്ടുത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായി ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, ഭഗവതിയുടെ കളം എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പായസ പൂജ, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, രാത്രി രൂപകളം എഴുന്നള്ളിപ്പ്, പുലർച്ചെ ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ ദൈവത്തിന്റെ കളം, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിയുടെ കളം, പുലർച്ചെ കനലാട്ടം എന്നിവയും നടന്നു. തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പ് നടന്നു. കരകാട്ടവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.